നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ സുനീഷ്? അണ്ണാ, അവിടെ എന്താ ശരിക്കും സംഭവിച്ചെന്ന് വല്ല വിവരം കിട്ടിയോ? എന്തുവാടാ? അല്ല, ആ കല്യാണം മുടങ്ങിയതിന്റെ കാരണം എന്താണെന്ന്. ഇല്ല, അതൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണിന്റെ മനസ്സിൽ എന്താന്ന് ആർക്കറിയാം? അല്ല, നീ എന്തിനാ ഇപ്പൊ അതൊക്കെ അറിയുന്നേ? എടാ, അതൊക്കെ അടഞ്ഞ അധ്യായമല്ലേ. അത് അടയുകയാണോ തുറക്കുകയാണോ എന്ന് ഒന്നും എനിക്കറിയില്ല അണ്ണാ. ഓർക്കുമ്പോ എനിക്കാകെ വട്ടുപിടിക്കുക. എന്താടാ? എന്റെ കല്യാണം ഉറപ്പിച്ച്. എന്റെ അമ്മാവന്റെ മോള് ശ്രീലതയാ പെണ്ണ്. എടാ, വരുന്ന 15-ാം തീയതി പനയനാർക്കാവിൽ വെച്ച കല്യാണം. ഞാൻ അണ്ണനെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ. ഹലോ അണ്ണാ, रुको। रुको, दे मोളെത്തി. സന്തോഷായി, ഒരുപാട് സന്തോഷായി. നീ ചെട്ടിയാർ വീടിന്റെ അഭിമാനം കാത്തു. ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് ആദ്യ നിയമനം ആലപ്പുഴയ്ക്ക് തന്നെ നീ എന്തിനെ ചോദിച്ചു വാങ്ങിയെന്ന്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല അച്ഛാ. എന്റെ മനസ്സിലിരുന്ന ആരോ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. അത് വേറെ ആരും അല്ല മോളെ, നമ്മുടെ കുലദൈവം മാരിയമ്മൻ അമ്മയാ നിനക്ക് വഴി കാണിച്ചു തന്നത്. നിനക്ക് കണ്ണു കിട്ടാതിരിക്കാൻ മാരിയമ്മന് ഞാൻ കുറെ നേർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. മോക്ക് ഒഴിവുണ്ടാവുമ്പോ നമുക്ക് ഒരുമിച്ച് പോയി നടത്താം. ആ, വിശേഷമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. മോൾ ആദ്യം പോയി കുളിച്ച് വേഷം മാറിയിട്ട് വാ. നല്ല വിശപ്പുണ്ടാവില്ലേ? നമുക്ക് ഒരുമിച്ച് കഴിക്കാം. റുക്കു, കഴിക്കാനെടുത്ത് വയ്ക്കേ. ഒന്ന് നിന്നേ. എന്തു വേണം? നിന്റെ നാശം കാണണം. എന്താ? നീ എന്ത് സാമ്രാജ്യം വെട്ടിപ്പിടിച്ചാലും അതൊക്കെ ആ സുനീഷിന്റെ കണ്ണീരിൽ ഒലിച്ചു പോകൂടി. അവനെ നഷ്ടപ്പെടുത്തിയതോർത്ത് നീ പശ്ചാത്തപിക്കുന്ന ഒരു ദിവസം വരും. നിങ്ങൾക്കിപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഒരു വിവരം നിന്നോട് പറഞ്ഞിട്ട് പോകാൻ കരുതി വന്നതാ. സുനീഷിന്റെ കല്യാണം ഉറപ്പിച്ചു. വരുന്ന 15-ാം തീയതി പനിയനാർക്കാവിൽ വെച്ച്. അവന്റെ അമ്മാവന്റെ മകള് ശ്രീലതയാണ് പെണ്ണ്. ഇതൊക്കെ എന്നോട് എന്തിനാ വന്ന് പറയുന്നേ? നിന്റെ അടുത്തല്ലാതെ പിന്നെ ഞാൻ ആരുടെ അടി പറയേണ്ടത്? ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാ,
അനാവശ്യമായ സ്വാതന്ത്ര്യം കാണിക്കരുതെന്ന്. ഇനി മേലിൽ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് സംസാരിക്കാൻ വന്ന ഞാൻ നടപടിയെടുക്കും. നിന്റെ നടപടിയൊക്കെ അങ്ങ് കളക്ടറേറ്റില്. ചുമ്മാ വരട്ടാതെ പോവച്ചേ. നീ പോയി തരത്തിന് കളിക്ക്. അവിടെ ഒരു കളക്ടറമ്മ വന്നിരിക്കുന്നു. ദൈവം ചോദിക്കടി നിന്റെ അടുത്ത്. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ഒന്ന് പോടോ. ഡേ, എന്താ മോളെ, എന്താ ആള് പറഞ്ഞത്? റെക്കമെൻഡേഷനാ അമ്മേ. റെക്കമെൻഡേഷനോ? ആ, ആലപ്പുഴയിലുള്ള അയാളുടെ ഏതോ പരിചയക്കാരന് വേണ്ടി. എന്നിട്ട് മോള് സമ്മതിച്ചോ? എവിടെ, ഞാൻ ചീത്ത വിളിച്ച് ഓടിച്ചു വിട്ടു. ആ, ഇനി ഇത് ആവർത്തിച്ച അയാളുടെ പണി തെറിപ്പിക്കൂന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അയാളൊരു അധികപ്പെറ്റ. അധികം താമസിക്കാതെ ഞാൻ അയാളെ പറഞ്ഞുവിടും. സപ്പോർട്ട് ചെയ്യാൻ ആരും ഇങ്ങോട്ട് വന്നേക്കരുത്. ഇവന് വേറെ പണിയൊന്നുമില്ലേ? എന്താടാ? ആ ഭായ്, അരങ്ങേറ്റത്തിന്റെ പുതിയ തീയതി ഫിക്സ് ചെയ്തു. വരുന്ന 28-ാം തീയതി. അന്നത്തെ പോലെ ആളെ പറഞ്ഞു പറ്റിക്കാനാണോടാ? ശേ, അല്ല ഭായ്, ഇതിലൊരു മാറ്റവും ഇല്ല. ഉറപ്പായും അന്ന് നമ്മുടെ ഓപ്പറേഷൻ നടക്കും. നടന്നാ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ എന്റെ തനി കുണം നീ കാണും. ഓടാ പട്ടി തെണ്ടിച്ചെറ്റെന്നാണ്. ഇല്ല ഭായ്, ഇത്തവണ ഒരു മാറ്റവും ഇല്ല. വിശ്വേട്ടൻ തെന്നി വീണത് കൊണ്ടല്ലേ, അല്ലാതെ ആരും മനഃപൂർവ്വം മാറ്റിയതൊന്നും അല്ലല്ലോ. ഇത്തവണ അങ്ങേർക്ക് വേണമെങ്കിൽ തന്നെ വീഴാലോ. വീഴില്ല, വീഴാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ നിന്റെ സമ്മതം ചോദിച്ചോണ്ടല്ലേ അങ്ങേര് തന്നെ വീഴുന്നത്. എന്നാ പാടാ അവിടെ. എന്തുവാ ഭായ്, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റൂലേ. അത് വെച്ച് ഭായ് എന്നെ അളക്കരുത്. ഇത്തവണ എല്ലാം പക്കയായിരിക്കും. ആയാ നിനക്ക് കൊള്ളാം. അവനെ കൊല്ലാൻ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ കൊല്ലേണ്ടി വരും. ഭായ്, ബായ് വെച്ചിട്ട് പാടാ. ശരി ഭായ്.